കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അടിമയായി തീർന്ന ശ്ലീഹ പറയുന്നു, ക്രിസ്തുവാണ് എൻ്റെ മുഖമുദ്ര. ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷവും ആസ്വദിച്ച പൗലോസ് പറയുന്നു, ഈശോയാണ് എൻ്റെ ലഹരി, എൻ്റെ ആനന്ദം. നമുക്ക് ലഭിച്ച വിളി ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ മഹത്വപ്പെടുത്തുക, ക്രിസ്തുവിൻ്റെതായിത്തീരുക. ശാന്തതയോടും ദീർഘക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ച്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.